ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാനിപ്പോൾ ഓവനിലൊന്നും അല്ല ചെയ്യുന്നത്, സാധാ ഒരു പാത്രത്തിലാണ്. അതുപോലെ തന്നെ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല, മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ നടുവിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് മുറിച്ചിട്ട് അത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് മേലെ കൂടെ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അധികം ചുളുക്കൊന്നും ഇല്ലാതെ എല്ലാ ഭാഗവും ഒന്ന് നേരെയാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നോളൂ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 1 കപ്പ് മാമ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മാമ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് പഴുത്ത മാമ്പഴം തന്നെ എടുക്കുക. അതുപോലെ തന്നെ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുക. പിന്നെ അധികം ആരില്ലാത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് മാമ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ മാമ്പഴമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം ഞാൻ പൊടികളൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ 1/2 കപ്പ് ഇളം ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ പാല് ചൂടാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ മുട്ട കഴിക്കുന്നവരാണെങ്കിൽ പാലൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ മിക്സിയുടെ ജാറിൽ ഓയിലും പഞ്ചസാരയും മാങ്ങയും കൂടെ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 മുട്ടയും കൂടെ ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ പാല് ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട കേക്ക് മുട്ട ചേർത്തിട്ടുള്ള കേക്കാണ്. അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പം മുട്ട കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിപ്പം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിനാഗിരി ഇങ്ങനെ ചേർക്കുമ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. വിനാഗിരിയുടെ പുളിപ്പൊന്നും വരില്ല കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്കിതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രം ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം. ഇതിന് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തീയെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അന്നേരം ഇപ്പോൾ ഇതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അതിനർത്ഥം നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടായിരിക്കും നമ്മുടെ കേക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കത്തി വെച്ചിട്ട് വിടിവിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് അടിയിലുള്ള ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.